ഹായ് ഫ്രണ്ട്സ്, ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിലെ 15 പ്രതികൾക്കും സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ഒരു കേസിൽ 15 പേർക്ക് വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. പക്ഷേ എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ യുവാവിനെ തന്റെ ഭാര്യയുടെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ശിക്ഷ അർഹിക്കുന്നു. പക്ഷേ ഇതിന് മറുവശം കൂടിയുണ്ട്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. സാധാരണയായി വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലാണ്. അപൂർവങ്ങളിൽ അപൂർവം. ഇത് അങ്ങനെ ഒരു കേസാണോ? അല്ല. കാരണം രാഷ്ട്രീയ കൊലപാതകമാണ്. കൊല്ലപ്പെട്ട ശ്രീനിവാസുമായിട്ട് ഈ പ്രതികൾക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. പിന്നെയോ തലേ ദിവസം SDPI നേതാവായ KS ഷാനിനെ RSS പ്രവർത്തകർ കൊലപ്പെടുത്തി. അതിന് പ്രതികാരമായി ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ പകരം ഞങ്ങൾ ഒരാളെ കൊല്ലും. അങ്ങനെ രാഷ്ട്രീയ കൊലപാതകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീനിവാസന്റെ കൊലപാതകവും. അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു. ഇതുപോലെ ഇതിനേക്കാൾ നിഷ്ഠൂരമായിട്ട് ഉദാഹരണം TP ചന്ദ്രശേഖരൻ വധം. എത്ര വെട്ടാ വെട്ടിയത്? അതിലെ പ്രതികൾ എവിടെ? അവരൊക്കെ കണ്ണൂർ ജയിലിൽ സുഖവാസം, അത്ര തന്നെ. സുഖമായിട്ട് കഴിയുന്നു, ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടും, നാട്ടിൽ പോവും, പിന്നെ വരും, കുറച്ചുകൾ അവിടെ കഴിയും, അവിടെ എവിടെയൊക്കെ ആയിട്ട് സുഖമായിട്ടും കഴിച്ചു കൂട്ടുന്നു. കുറെ കഴിയുമ്പോൾ അവർ പാട്ടും പാടി പുറത്തു വരും. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കേസാണ് ശ്രീ KT ജയകൃഷ്ണൻ മാഷിന്റെ വധക്കേസ്. അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ടോ 4 പ്രതികൾക്ക് സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. സുപ്രീം കോടതി എത്തിയപ്പോൾ 3 പേരെയും വെറുതെ വിട്ടു, ഒരാൾക്ക് ജീവപര്യന്തം. അത്ര തന്നെ. അങ്ങനെ എത്രയെത്ര കേസുകൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഒന്ന് ഇതും. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് കേരളം. അതിലുപരി KS ഷാന്റെ പിതാവ് ആരോപിക്കുന്നു ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. കാരണം അതിലെ പ്രതികളൊക്കെ ജാമ്യം കിട്ടി സുഖമായി പുറത്തുകൂടി കൈവീശി നടക്കുന്നു. അതിന്റെ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഇരട്ടത്താപ്പല്ലേ? സംശയിക്കേണ്ടി വരും. ഇനിയാണ് സംഗതികളുടെ ട്വിസ്റ്റ്. കാരണം ഈ സെഷൻസ് കോടതി വിധി ആദ്യമായി തന്നെ ഹൈക്കോടതി റാറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അംഗീകരിക്കണം. അവർ ഈ കേസ് എല്ലാം വിശദമായി പഠിക്കും. എന്നിട്ട് അവര് അംഗീകരിച്ചാൽ മാത്രമേ ഈ ശിക്ഷ നിലനിൽക്കുകയുള്ളൂ. പ്രതികൾക്ക് അപ്പീലിന് പോവാം, ഹൈക്കോടതി മുതൽ അങ്ങോട്ട് സുപ്രീം കോടതി വരെ. ഇനി സുപ്രീം കോടതി ചെല്ലുമ്പോഴാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. നമുക്കറിയാം, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മണി പവറാണ്. കോടികൾ കയ്യിലുള്ളവർക്ക് ഒരു കേസ് നടത്തി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. സുപ്രീം കോടതി ജഡ്ജിമാർ, പ്രഗത്ഭന്മാരൊക്കെ കോടികൾ കൈപ്പറ്റുന്നവരാണ്. അതിപ്പോ കപിൽ സിബലാണെങ്കിലും അഭിഷേക് മനു സിംഘ്വി ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ 100 കോടിയുടെ ക്ലബിൽ പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കേസിനും കോടികളാണ് കൈപ്പറ്റുന്നത്. ചില കേസിൽ കപിൽ സിബലൊക്കെ പറയും ഞാൻ ഫ്രീ ആയിട്ട് വാദിച്ചേക്കാമെന്ന്. അതാ ഏറ്റവും വലിയ തട്ടിപ്പ്. കാരണം എന്താ? അവര് ബ്ലാക്ക് മണി ആയിട്ട് കാശ് മേടിക്കും. അവര് പുറമേ പറയും ഫ്രീ ആണെന്ന്, പക്ഷേ രഹസ്യമായിട്ട് കാശ് മേടിക്കും. അത് മൊത്തം ബ്ലാക്ക് മണി ആയിരിക്കും. കണക്കിൽ പെടുന്നുണ്ടല്ലോ. കാരണം കോടികളെ ഇവർക്ക് ഓരോ മാസവും കിട്ടുന്നത്. അതുകൊണ്ടല്ലേ പല അഡ്വക്കേറ്റുമാരും ജഡ്ജിയുടെ സ്ഥാനം സ്വീകരിക്കാത്തത്. അങ്ങനെയുള്ള സുപ്രീം കോടതി വക്കീലുമാരെ വെച്ച് ഒരു കേസ് നടത്തി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ കണ്ട് അസാധ്യമെന്ന് പറയാം. അതിലെല്ലാവരും നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രതികൾ നിരോധിക്കപ്പെട്ട PDP പ്രവർത്തകരാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടി അകത്താകും. കാരണം ഭരിക്കുന്നത് RSS നേതൃത്വമാണ്. അവർക്കെതിരെ ആരും ഒരു ചെറുവില നനക്കുകയില്ല. അപ്പോ ഇത്രയേറെ കോടികൾ മുടക്കി കേസ് നടത്തി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യങ്ങളിൽ അസാധ്യമെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഈ 15 പേരെയും തൂക്കിലേറ്റും ഞാൻ കരുതുന്നില്ല. എങ്കിലും ഭൂരിപക്ഷം ആളുകളുടെയും കാര്യം സ്വാഹ. കാരണം അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അവർക്ക് വേണ്ടി പണം മുടക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇവർ നീതിമാന്മാരാണെന്നോ ഇവർ നിരപരാധികളാണെന്നോ ഞാൻ പറയുന്നില്ല. പ്രതികളാണ്, ശിക്ഷിക്കപ്പെടണം, ശിക്ഷ ഉറപ്പാക്കുകയും വേണം. അത് തന്നെ. പക്ഷേ ഇവിടെ നടപ്പാക്കുന്ന ആ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലെ ആ പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. താങ്ക് യു.